Draw a circle of radius 2.5 centimeter. Draw a triangle of angles 40 degree, 60 degree, 80 degree with all its sides touching the circle. ഒരു ട്രയാങ്കിളിൻ്റെ അളവുകളൊക്കെ തന്നിട്ടുണ്ട്, ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സൈഡും സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻസർക്കിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ടച്ച് ഇൻ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇൻസർക്കിളാണ് വരയ്ക്കേണ്ടത്. ഇത് മിസ് കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കണം. ഈക്വലായിട്ട് ട്രയാങ്കിളിനുള്ളിൽ ഇൻസർക്കിൾ വരയ്ക്കണം. ഇപ്പോൾ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പം ആംഗിൾസിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ അളവുകൾ തന്നെ എടുക്കാം. എത്രയാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരേണ്ടത്? 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മളിതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സർക്കിളാണ് വരയ്ക്കുന്നത്. അതിൻ്റെ റേഡിയസ് 2.5. അപ്പോൾ കോമ്പസിൽ 2.5 എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ റേഡിയസ് 2.5 ഇട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്റർ അവിടെ നമുക്ക് കോമ്പസിൻ്റെ അടയാളം കിട്ടുമല്ലോ. അവിടെ നിന്ന് നമ്മൾ ഒരു റേഡിയസ് വരയ്ക്കാം. റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ മറ്റൊരു റേഡിയസും കൂടെ വരച്ചാൽ ആ പോയിന്റിലും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടുത്തെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എത്രയാണ്? സെൻറ്ററിൽ വരുന്ന ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? സൈക്കിൾ ക്വാഡ്രിലാറ്ററലല്ലേ? പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ, ആ ടാൻജൻറ്റിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ, ആ പോയിന്റിൽ നിന്നും വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സൈക്കിൾ ക്വാഡ്രിലാറ്ററലായിരിക്കും. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് 180 വരുള്ളൂ. കാരണം ഇവിടെ രണ്ടും 180 ആണ്. ഇവിടെ രണ്ടും 90 പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ആണ്. 90 + 90 180 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 60 വന്നാൽ ഇവിടെ 180 - 60 എത്ര വരണം? സമ്മ് 180 കിട്ടണമെങ്കിൽ ഇവിടെ 120 വരണ്ടേ? 180 നിന്നും ഈ 60 കുറച്ചിട്ട് 120 വരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 180 നിന്നും ഈ 40 കുറയ്ക്കുക. അപ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ കിട്ടും. അവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്ര വരും? 180 നിന്നും 40 കുറച്ചാൽ 140. 180 നിന്നും 80 കുറച്ചാൽ ഇവിടെ കിട്ടുക 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ തന്നാൽ ഇൻസർക്കിൾ വരയ്ക്കാനാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 180 നിന്നും ഈ 3 ആംഗിൾസും കുറച്ചിട്ട് സെൻട്രലിൽ വരുന്ന ആംഗിൾസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സർക്കിൾ വരയ്ക്കണം. സർക്കിളിൻ്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 2.5. അപ്പോൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 2.5 എടുക്കാം. കറക്റ്റ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ 3 ടാൻജൻറ്റ് വരച്ചിട്ട് ട്രയാങ്കിൾ ആക്കുകയാണ്. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 3 ആംഗിൾസ് 40, 60, 80 വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ എത്രയായിരിക്കും വരിക? 180 - 40 140, 180 - 60 120, 180 - 80 100 ഡിഗ്രി. അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെയാണ് ആംഗിൾ വരിക. ട്രയാങ്കിളിൻ്റെ ആംഗിൾ 40, 60, 80 വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ആംഗിൾസ് വരയ്ക്കാൻ പോവാണ്. ഒരു റേഡിയസ് വരയ്ക്കാം. എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. ഫസ്റ്റത്തെ ആംഗിൾ 140 അല്ലെങ്കിൽ 120 എടുക്കാം. നമുക്ക് റൈറ്റ് സൈഡിലാണ് ആംഗിൾ വേണ്ടതെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. താഴെയാണ് വരുന്നത് 0. അപ്പോൾ 120 എന്ന് പറയുന്ന ആംഗിൾ ഇങ്ങനെ വരും. 120 ആംഗിൾ കിട്ടി. നമുക്ക് അടുത്ത ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് ബേസ് ലൈന് കറക്റ്റായിട്ട് വെക്കുക. സർക്കിളിൻ്റെ സെൻറ്ററിൽ വെക്കുക. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ആംഗിൾ വേണം. താഴെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. 0, 10, 20 അങ്ങനെ വരുമ്പോൾ
140 വരുന്നതാ. കറക്റ്റ് സെൻറ്ററിലോട്ട് 140 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക, വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആംഗിൾസ് കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് നമ്മളെടുത്തത് നമ്മളിവിടെ ഫസ്റ്റ് ആംഗിൾ എടുത്തത് 120 ആണ്, പിന്നെ എടുത്തത് 140 ആണ്. മൂന്നാമത്തെ എന്തായിക്കോളും, 100 ഡിഗ്രി ആയിക്കോളും. സെൻറ്ററിൽ പോയിൻറ്റിന് ചുറ്റും 360 അല്ലേ വരേണ്ടത്. ഇവിടെ 360 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 3 റേഡിയസ് കിട്ടിയല്ലോ, ഇതിന് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഓരോ റേഡിയസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. സർക്കിളിൻ്റെ പോയിൻ്റ് റേഡിയസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. നമ്മളെന്ത് ചെയ്യുക, റേഡിയസിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈന് കറക്റ്റായിട്ട് വെക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് പ്രൊട്രാക്ടർ എടുത്ത് മാറ്റിയിട്ട് സ്കെയിൽ വെച്ച് നീട്ടി വരച്ചാൽ സർക്കിളിൽ ഒരൊറ്റ പോയിൻ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. കറക്റ്റ് 90 ഡിഗ്രി എടുത്താൽ. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത റേഡിയസിലോട്ട് പോവാം. അടുത്ത റേഡിയസും സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കുക. റേഡിയസിൻ്റെ മുകളിൽ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈന് കറക്റ്റായിട്ട് വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിലെ റേഡിയസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആയിരിക്കണം. ഇത് 90 ഡിഗ്രി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ സർക്കിളിലെ ഒറ്റ പോയിൻ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടാൻജൻറ്റ് കിട്ടും. വരയ്ക്കുമ്പോൾ കുറച്ച് നീട്ടി വരയ്ക്കാം, എന്നാലേ സൈഡ്സ് കൂട്ടിമുട്ടുള്ളൂ. ഓക്കെ, ഈ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് ഒന്നും കൂടെ അങ്ങോട്ട് നീട്ടി വരച്ചു കൊടുത്താൽ മതി. സ്കെയിൽ വെച്ചിട്ട് തന്നെ നീട്ടി വരയ്ക്കണേ. ഇനി മൂന്നാമത്തെ പോയിന്റിൽ കൊണ്ടുവയ്ക്കുകയാണ് നമ്മൾ. റേഡിയസും സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ കൊണ്ടുവച്ചു. ആ പോയിന്റിലാണ് നമുക്കിനി ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈന് സെൻറ്ററിൽ കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ എന്ത് ചെയ്യണം, 90 ഡിഗ്രി കറക്റ്റ് മാർക്ക് ചെയ്യുക പ്രൊട്രാക്ടറിൽ. നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് സർക്കിളിലെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടാൻജൻറ്റ് കിട്ടും. കറക്റ്റ് 90 ഡിഗ്രി എടുത്താൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈ 140 സെൻറ്ററിൽ വന്നാൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, ഇവിടെ 140 വന്നാൽ 180 മൈനസ് 40 40 വരും. ഇവിടെ 120ൻ്റെ ഓപ്പോസിറ്റ് വരിക 180 മൈനസ് 120 60 വരും. ഇവിടെ സെൻറ്ററിൽ 100 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ആംഗിൾ വരിക 180 മൈനസ് 100 80 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 40 60 80 വരുന്ന രീതിയിൽ അതിൻ്റെ സൈഡ്സ് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻ സർക്കിൾ നമ്മൾ വരച്ചു. എക്സ്ട്രാ വരുന്ന ലൈൻ വേണമെങ്കിൽ നമുക്ക് എറൈസ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിച്ച പോയിൻ്റ് ആയിരുന്നു 2 ടാൻജൻസ് ഫ്രം എ പോയിൻ്റ് ഔട്ട്സൈഡ് എ സർക്കിൾ ഹാവ് ദി സെയിം ലെങ്ത്. പുറത്ത് ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് വരയ്ക്കുന്ന 2 ടാൻജൻറ്റും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതേപോലെ പിക്ചർ വരയ്ക്കാനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനായിരിക്കും. പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇനി ഇത് വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു പിക്ചർ മിസ് വരച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയുള്ള ഒരു പിക്ചറാണ് വരിക, അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് റഫായിട്ടൊരു പിക്ചർ വരച്ച് നോക്കുക. സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2.5 റേഡിയസ് വരണം. അപ്പോൾ കോമ്പസിൽ 2.5 എടുത്ത് റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെയാണ് പോയിൻ്റ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ അകലെ ഒരു ലൈന് വരയ്ക്കാം. അത് അവിടെ എഴുതി കൊടുക്കാം കേട്ടോ. 7 സെൻറ്റിമീറ്റർ അകലെ 7 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കണം. എങ്ങോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക, സെയിം ലെങ്ത്ത് വരണ്ടേ. അപ്പോൾ നമുക്ക് അറിയില്ല ഏത് പോയിന്റിലാണ് കറക്റ്റ് വരികയെന്ന് അറിയില്ല. 7 സെൻറ്റിമീറ്റർ അകലെ ആയിരിക്കണം ഈ പോയിന്റ് താനും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലൈനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് രണ്ട് ടാൻജൻറ്റും ഈക്വൽ ലെങ്ത്ത് വരണം. അപ്പോൾ ഈക്വൽ ലെങ്ത്ത് വരാൻ വേണ്ടിയിട്ട് 7 സെൻറ്റിമീറ്റർ അകലെ തന്നെ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലൈൻ വരച്ച് ഇതിനൊരു ബൈസെക്ടർ വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് ടാൻജൻറ്റ് വരേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ വരയ്ക്കണം. ഈ പിക്ചർ മിസ് വരച്ച് കാണിച്ചാൽ 5 സെൻറ്റിമീറ്റർ പുറത്ത് 5 സെൻറ്റിമീറ്റർ അകലെ സെൻറ്ററിൽ നിന്നും പുറത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പിക്ചർ മിസ് വരച്ചു തരാം. മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് ഈ ക്വസ്റ്റ്യനിൽ 2 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് 2.5 ആണ്. കറക്റ്റ് 2 സെൻറ്റിമീറ്റർ എടുക്കണ്ടേ. ക്വസ്റ്റ്യനിൽ എത്രയാണോ റേഡിയസ് പറഞ്ഞത് അതെടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചിട്ടുണ്ട്. അവിടെ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയാണ് നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെ പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്നും വരുന്ന ടാൻജൻറ്റ് എവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അതെങ്ങനെയാണ് വരയ്ക്കുക, പകുതിയിലധികം എടുക്കുക. ഈ ഒരു ലൈൻ്റെ കോമ്പസിൽ ഈ ഒരു ലൈനിൻ്റെ പകുതിയിലധികം, ഏകദേശം 3/4 ഭാഗത്തോളം എടുക്കുക. ഇത് കോമ്പസ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കാം. മുകളിലൊരു ആർക്ക് വരച്ചു. കോമ്പസ് ഈ ലൈനിൻ്റെ ഒരറ്റത്ത് വെച്ചിട്ട് മുകളിലൊരു ആർക്ക് വെച്ചു, താഴെ ഒരു ആർക്ക് വരച്ചു. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ ഈ ലൈനിൻ്റെ രണ്ടാമത്തെ അറ്റത്ത് 5 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ രണ്ടാമത്തെ അറ്റത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുക. രണ്ടാർക്കും കൂട്ടിമുട്ടും. ആ പോയിന്റുകൾ തമ്മിൽ 2 പോയിന്റ് ഇട്ട് മുകളിലും താഴെ യോജിപ്പിച്ചാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൻ്റെ സൂചി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. സെൻറ്റർ വരച്ചു, സർക്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് സർക്കിളിലെ ഏത് പോയിന്റിലാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് മനസ്സിലായി. നമ്മൾ ഈ പോയിന്റിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയുള്ള ആ പോയിന്റിൽ നിന്നും സർക്കിൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റിലോട്ട് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈനാണ് ടാൻജൻറ്റ് വരിക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയില്ലേ. റേഡിയസ് എത്രയായിരുന്നു, റേഡിയസ് വരച്ചു കൊടുക്കുക. റേഡിയസ് മിസ് ഇവിടെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്നുണ്ട്. ഗ്രീൻ കളറിൽ സെൻറ്ററിൽ നിന്നും ആ ഒരു പോയിന്റ് ടാൻജൻറ്റിൻ്റെ പോയിന്റിലോട്ട് വരച്ചു കൊടുത്താൽ സൈക്കിൾ കോർഡിനേറ്റിൽ കിട്ടി. കറക്റ്റ് സർക്കിളും 2 സർക്കിളും ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതാണ് ടാൻജൻറ്റിൻ്റെ പോയിന്റ്. അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസും കിട്ടി. റേഡിയസിൻ്റെ അളവ് എത്രയായിരുന്നു, 2 സെൻറ്റിമീറ്റർ. സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയായിരുന്നു പുറത്തുള്ള പോയിന്റ്. അവിടെ നമുക്ക് ടാൻജൻറ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.
ഇതേ രീതിയിൽ 7 സെൻറ്റിമീറ്റർ അകലെ പോയിൻ്റ് എടുത്തിട്ട് ചെയ്യണം. സർക്കിളിൻ്റെ റേഡിയസ് 2.5 എടുത്തിട്ട് ചെയ്യണം. 7 സെൻറ്റിമീറ്റർ അകലെ ലൈന് പോയിൻ്റ് മാർക്ക് ചെയ്ത് ലൈന് വരച്ച് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് മോർ ദാൻ ഹാഫ് കോമ്പസിലെടുത്ത് ആ 7 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്നും മുകളിലും താഴെയും മോർ ദാൻ ഹാഫ് എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരച്ചിട്ട് സർക്കിൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന 2 പോയിൻ്റ് കിട്ടും. എന്നിട്ട് ഈ 7 സെൻറ്റിമീറ്റർ അകലെയുള്ള പുറത്തുള്ള ഈ പോയിന്റിൽ നിന്നും രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന 2 പോയിന്റിലോട്ട് വരച്ച് കഴിഞ്ഞാൽ അതാണ് 2 ടാൻജൻറ്റ് വരിക. ഞാൻ ആ പോയിന്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിലോട്ട് റേഡിയസും വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഈ ഒരു ചാപ്റ്ററിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.